നിർമ്മാണം പൂർത്തിയായിട്ടും യാത്രക്കാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ ഒരു വിശ്രമ കേന്ദ്രം. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇപ്പോൾ നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. മന്ത്രി വീണ ജോർജിന്റെ MLA ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2400 സ്ക്വയർ ഫീറ്റ് ഉള്ള വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2020-ൽ നിർമ്മാണം തുടങ്ങി 2021-ൽ പൂർത്തീകരിച്ച കേന്ദ്രം 3 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. കെട്ടിടത്തിന് ചുറ്റും കാട് പിടിച്ച് പൊടിപടലങ്ങൾ നിറഞ്ഞ നിലയിലാണ്. ജില്ലയിലെത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് ആശ്വാസമാകേണ്ട പദ്ധതിയാണ് അനാസ്ഥ മൂലം നശിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 65 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് പണിയുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ UDFന്റെ ഭരണസമിതിയുടെ കാലത്ത് അതിന്റെ പണി തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും അത് പൂർത്തീകരിക്കാനോ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനോ യാതൊരുവിധമായ നടപടി സ്വീകരിക്കുന്നില്ല. ഇത് തികഞ്ഞ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾക്ക് ഇവിടെ വന്ന് വിശ്രമിക്കുവാനും താമസിക്കുവാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു ട്രാവലേഴ്സ് ലോഞ്ച് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു സങ്കല്പം. എന്നാൽ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. 2019-ലാണ് വിശ്രമ കേന്ദ്രത്തിനായി നഗരസഭ സ്ഥലം വിട്ടു നൽകിയത്. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മുറികൾ, ശുചിമുറികൾ, മുലയൂട്ടുന്ന അമ്മമാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക മുറികൾ, ഇൻഫർമേഷൻ സെന്റർ, പുസ്തകശാല തുടങ്ങിയ ക്രമീകരണങ്ങളും വിശ്രമ കേന്ദ്രത്തിലുണ്ട്. പൂർത്തീകരിച്ച വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് ആക്ഷേപം. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെങ്കിലും ഉദ്ഘാടനം നടത്തി നഗരസഭയ്ക്ക് കെട്ടിടം കൈമാറണമെന്നായിരുന്നു ധാരണ. ഭക്ഷ്യവകുപ്പിന്റെ ബഡ്ജറ്റ് ഹോട്ടൽ തുടങ്ങാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും പാതി വഴിയിൽ നിലച്ചു. വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിച്ചാൽ ശബരിമല മണ്ഡലകാലത്ത് തീർത്ഥാടകർക്കും ഏറെ പ്രയോജനപ്പെടും. അനാസ്ഥയുടെയും പടലപ്പിണക്കത്തിന്റെയും സ്മാരകമായ ഈ കെട്ടിടത്തിന്റെ മോചനം കാത്തിരിക്കുകയാണ് ജനങ്ങൾ. സന്തോഷ് നിലയ്ക്കൽ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.